നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർജുനായി കൈകോർത്ത നാട്, രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഗതാഗത മന്ത്രി. ഉത്തർപ്രദേശിൽ എന്തുകൊണ്ട് തോറ്റു? യോഗിയെ പ്രതിസ്ഥാനത്ത് നിർത്തി BJP അവലോകന റിപ്പോർട്ട്. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം, അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ കലാപം, 10 മരണം കൂടി, ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ. പെരുമഴ തുടരും, കാറ്റിന് ശക്തി കൂടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വാർത്തകൾ വിശദമായി. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ കനത്ത മഴയെ തുടർന്ന് നിർത്തിവച്ച രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങി. ഉത്തര കന്നഡയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിടത്ത് കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. കുന്നിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കി തുടങ്ങിയിട്ടുണ്ട്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും 40 അംഗ സംഘമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കർണാടകയിലെ ഷിരൂർ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. ഗംഗാവാലി പുഴ നിറഞ്ഞു കവിയുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുകയാണ്. NDRFും പോലീസും തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഡ്രൈവർമാർ ഹെലികോപ്റ്ററുകൾ വഴി പുഴയിലേക്കിറങ്ങി പരിശോധിക്കാൻ ആലോചനയുണ്ട്. കാർവാർ നാവികസേന ബേസ് കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ഗോവ നേവൽ ബേസിൽ അനുമതി തേടി. അർജുനെ രക്ഷിക്കാൻ കേരള സർക്കാരും പ്രതിപക്ഷവും ഇടപെടൽ ശക്തമാക്കിയിരിക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാറും KC വേണുഗോപാലും അടക്കമുള്ളവർ ഇടപെട്ടതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ ആക്കാൻ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. GPS ലൊക്കേഷൻ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തന്നെയാണെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു. കനത്ത മഴയായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വെള്ളത്തിനടിയിൽ ലോറി ഉണ്ടോ എന്നറിയാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. മണ്ണ് നീക്കൽ വേഗത്തിലാക്കിയെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. ഇത് കേരളത്തിലെ സർക്കാരും കേരളത്തിലുള്ള ജനങ്ങളും ഇന്ന് രാവിലെയാണ് അറിയുന്നത്. 3 ദിവസം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും എല്ലാവരുടെയും മാധ്യമങ്ങളടക്കം എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്ന് ഇന്ന് രാവിലെയാണ്. വന്നപ്പോൾ തന്നെ വിവരം 8 മണിക്ക് കിട്ടി. അപ്പോൾ തന്നെ അതിൻ്റെ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. കർണാടക ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അതുകൂടാതെ തന്നെ ഈ അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെയും റവന്യൂ മിനിസ്റ്ററെയും ബന്ധപ്പെടാനായിട്ട് നമ്മുടെ MLA വിഷ്ണുനാഥിനെ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രഷറിന് വേണ്ടി ഞാൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു. പിന്നീട് ജില്ലാ കളക്ടറുമായിട്ടും ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവരെല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു ലാൻഡ് സ്ലൈഡ് അല്ല, വളരെ വലിയൊരു ലാൻഡ് സ്ലൈഡാണ്. അപ്പോൾ അത് ഒരു പോർഷനിൽ നിന്ന് അവർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അവിടെ ആരെയും കടത്തിവിടുന്നില്ല. പക്ഷേ അവിടെ ഞാൻ കടത്തിവിടുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ കളക്ടർ പറയുന്നത്, ലക്ഷ്മിപ്രിയ എന്നൊരു മാഡമാണ് കളക്ടർ അവിടുത്തെ, അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല, കാരണം ഇത് ഏത് നിമിഷവും വീണ്ടും വീഴാം. വളരെ ഒരു പ്രോസസ്, വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു ഘട്ടം ഘട്ടമായി ഇത് മാറ്റി ഒരു ലൈൻ ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ലൈനിലേക്ക് കടക്കുമ്പോഴേ അറിയാം ഇത് വെള്ളത്തിൽ പോയതാണെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബന്ധുക്കൾ പറയുന്ന ഫോൺ റിങ് ചെയ്തിരുന്നു പറയുന്നുണ്ട്. അതുപോലെ GPS വർക്ക്, GPS എഞ്ചിൻ ഓണായി കിടക്കണമെന്നില്ല, സ്വിച്ച് ഓണായിരുന്നാൽ ബാറ്ററി ഉണ്ടെങ്കിൽ GPS വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യില്ല. അപ്പോൾ വെള്ളത്തിലല്ല, മണ്ണിനടിയിലായിരിക്കാനാണ് സാധ്യത. എഞ്ചിൻ ഓണായി കിടന്നു എന്നുള്ളവരും അറിയില്ല. അതിനിപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ TCയോട് അഡീഷണൽ TCയോട് പറഞ്ഞിട്ടുണ്ട്, നമ്പർ വേണം. നമുക്ക് ബസ്സിൻ്റെ ലോറിയുടെ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ട്രേസ് ചെയ്യാൻ പറ്റും. ഈ ലോറിയുടെ നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അവരെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ആ ലോറിയുടെ നമ്പർ കിട്ടാമെങ്കിൽ നമുക്ക് ഈ പറയുന്നതെല്ലാം സാറ്റലൈറ്റ് വഴി ഈ GPS എത്ര സമയം വർക്ക് ചെയ്തിരുന്നു എന്നെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്പറിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. വാഹനം അവർക്ക് ബന്ധുക്കൾക്കല്ലേ അറിയാം ആരുടെ വണ്ടിയാണ്. ഇദ്ദേഹം അത് ഓടിക്കുകയാണോ അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയാണെന്നൊന്നും വ്യക്തമല്ല. ഞാൻ ആദ്യം അവരെ വിളിച്ചപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവർ നമ്പർ തന്ന ആളിനെ കിട്ടുന്നില്ല. ഒരാൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അവിടെയുണ്ട്, ഈ സംഭവം നടന്ന സ്ഥലത്തേക്കുണ്ട്. പക്ഷേ അതുകൂടാതെ സംഭവ സ്ഥലത്തേക്ക് ഞാൻ കാസർഗോഡ് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ കളക്ടർ അവിടെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. എന്നാലും കാസർഗോഡ് നിന്നാണ് അടുത്തുള്ളതെന്നുള്ളതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ 2-3 ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ട്. ഇത് 280 കിലോമീറ്റർ ദൂരെയാണ് കാസർഗോഡ്. അപ്പോൾ അവിടെ എത്തണം അവർ. അവരെത്തിക്കഴിയുമ്പോൾ അവരൊരു യൂണിഫോംഡ് ഫോഴ്സ് ആയതുകൊണ്ട് അവർ ചെല്ലുമ്പം ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാനും പറയാനും പറ്റും. അപ്പോൾ RTO 3 പേരെ ചുമതലപ്പെടുത്തി അയച്ചു എന്നാണ് നമുക്ക് തന്ന വിവരം.
തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളുമായി സ്പീക്കർ AN ഷംസീർ, വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ വന്യജീവികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വിശദമായി കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ ഇവർക്ക് മുൻപിൽ അവതരിപ്പിച്ചു. വനമേഖലയോടടുത്തുള്ള തദ്ദേശ നിവാസികളുടെ സഹകരണത്തോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വന്യജീവി ആക്രമണം മൂലം സംഭവിക്കുന്ന ആൾനാശത്തിനും കൃഷിനാശത്തിനും ഉടനടി ധനസഹായം നൽകാനും യോഗത്തിൽ തീരുമാനമായി. AKCC തലശ്ശേരി അതിരൂപത കമ്മിറ്റി കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യേനിയിൽ തൊഴിലുറപ്പ് പണിക്കിടെ കടന്നൽ കുത്തേറ്റ് മരിച്ച വേളൂർ സണ്ണിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ നിർദ്ദേശിച്ചു. അതിൽ 1 ലക്ഷം രൂപ തിങ്കളാഴ്ച തന്നെ കാസർഗോഡ് DFO AKCC ഭാരവാഹികളെ അറിയിച്ച് വേളൂർ സണ്ണിയുടെ വീട്ടിൽ എത്തിച്ചു നൽകുമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വനാതിർത്തിയിൽ താമസിക്കുന്നവരെ ഉൾപ്പെടുത്തി വന്യജീവി പ്രതിരോധ സേന രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന AKCCയുടെ നിർദ്ദേശം അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്നതാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള അനുവാദം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയിട്ടുള്ളതാണെന്ന് മന്ത്രി ആവർത്തിച്ചറിയിച്ചു. വിമുക്ത ഭടന്മാരെ ഉൾപ്പെടുത്തി തദ്ദേശവാസികൾക്ക് ഇതിനുള്ള പരിശീലനം നൽകുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ഉടൻ ചർച്ച ചെയ്യുമെന്നും അറിയിച്ചു. കൊട്ടിയൂർ വനാതിർത്തിയിൽ തനിയെ താമസിക്കുന്ന നിരാലംബരായ വൃദ്ധ ദമ്പതികളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ നടപടിയെടുക്കണമെന്ന് മന്ത്രി നോർത്തേൺ സർക്കിൾ CCFനെ ചുമതലപ്പെടുത്തി. വയനാട് ചുരം റോഡിന് ബദൽ പാത നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ നിർദ്ദേശം സർവാത്മ പിന്തുണയ്ക്കുന്നതാണെന്ന് വനം വകുപ്പ് മന്ത്രി വാക്ക് നൽകി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചേക്കുന്നേൽ, തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് വെളിയത്ത്, മാനന്തവാടി രൂപത പ്രസിഡന്റ് ശ്രീ ജോൺസൺ തൊഴുത്തുങ്കൽ, സജി ഫിലിപ്പ് വട്ടക്കാമുള്ളിൽ, അതിരൂപത ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൽ, എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ആൻഡോ തെരുവാൻ കുന്നേൽ തുടങ്ങിയവർ ഉന്നയിച്ച മലയോര ജനതയുടെ വിവിധ ആവശ്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് വച്ച് നടക്കേണ്ട മീറ്റിംഗ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി തലശ്ശേരിയിൽ വച്ച് നടത്തിയത് മലയോര ജനതയെയും കത്തോലിക്ക കോൺഗ്രസിനെയും വിശ്വാസത്തിൽ എടുക്കുന്നതിന്റെ തെളിവാണ് എന്ന് മന്ത്രിയും സ്പീക്കറും പ്രസ്താവിച്ചു. ഉത്തർപ്രദേശ് BJP നേതാക്കൾക്കിടയിൽ ഭിന്നിപ്പ് ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിശകലന റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന 15 പേജുള്ള റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു. പരീക്ഷാ പേപ്പർ ചോർച്ച, സർക്കാർ ജോലികളിലെ കരാർ നിയമനം തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ അസംതൃപ്തരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. അമേഠി, അയോധ്യ എന്നീ മണ്ഡലങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നടത്തിയ അവലോകനത്തിൽ 40,000 പേരുടെ അഭിപ്രായങ്ങളാണ് ശേഖരിച്ചത്. പഠനപ്രകാരം 8% വോട്ട് വിഹിതം പാർട്ടിക്ക് കുറഞ്ഞു. പ്രധാനമായും 6 കാരണങ്ങളാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന ഭരണത്തിലെ വീഴ്ച, ഭരണതലത്തിലെ ഇടപെടൽ, പാർട്ടി പ്രവർത്തകർക്കിടയിലെ അതൃപ്തി, അടിക്കടിയുള്ള ചോദ്യപേപ്പർ ചോർച്ച, സർക്കാർ പദവികളിൽ കരാർ തൊഴിലാളികളെ നിയമിക്കൽ, സംവരണത്തിലെ നിലപാട് എന്നിവ ഇതിൽ ഉൾപ്പെടും. കഴിഞ്ഞ 3 വർഷത്തിനിടെ 15 ചോദ്യപേപ്പർ ചോർച്ച കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സർക്കാർ ജോലികളിൽ കരാർ തൊഴിലാളികളെ കുത്തിനിറച്ചതും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തിയെന്നും നേതാക്കൾ പറയുന്നു. ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളോട് രാജ്യസന്നദ്ധത അറിയിച്ചു. സംഘടനാ തലത്തിൽ പ്രവർത്തിക്കണമെന്നും മൗര്യ അറിയിച്ചു. ഇതിനു പിന്നാലെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരാകുന്നുവെന്ന വിമർശനവും യോഗിയെ മാറ്റി OBC വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടും ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. കേന്ദ്ര നേതൃത്വം UPയിൽ കാര്യമായി ഇടപെടണമെന്ന് BJP MLAമാർ ആവശ്യപ്പെട്ടതും യോഗി ആദിത്യനാഥിനെ ലക്ഷ്യമിട്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യം 43 സീറ്റുകൾ നേടിയിരുന്നു. 2019 64 സീറ്റുകളുണ്ടായിരുന്ന NDA 36 സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. കോതമംഗലം CMC പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച 3ാമത്തെ അക്കാപ്പലയും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. യാതൊരു സംഗീത ഉപകരണങ്ങളുടെയോ അകമ്പടി കൂടാതെ 252ഓളം ട്രാക്കുകളിലായി വായ്കൊണ്ടും കൈകൊണ്ടും മാത്രം പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉപയോഗിച്ചുള്ള ഗാനമാണ് അക്കാപ്പലെ വോളിയം 3. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സാജോ ജോസഫാണ് അക്കാപ്പലയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്.
വർഷങ്ങളിൽ CMC പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് പുറത്തിറക്കിയ അക്കാപ്പെല്ല വോളിയം 1ഉം 2ഉം സൂപ്പർ ഹിറ്റ് ആവുകയും യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്കിന്റെ ഗ്ലോബൽ അവാർഡ് നേടുകയും ചെയ്തിരുന്നു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സാജോ ജോസഫാണ് അക്കാപ്പല്ലയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന, മീഡിയ കൗൺസിലർ സിസ്റ്റർ സീന മരിയ എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം CMC പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സാണ് ഈ ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത്. ദ പ്രീസ്റ്റ് എന്ന മലയാള സിനിമയിലെ നസ്രയത്തിൽ നാട്ടിലെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇത്തവണ ഇവർ അക്കേപ്പല്ലയ്ക്കായി എടുത്തിരിക്കുന്നത്. സാജോ ജോസഫ്, സിസ്റ്റർ ദീപ്തി മരിയ, സിസ്റ്റർ സാഫല്യ, സിസ്റ്റർ തെരേസ എന്നീ 4 പേരാണ് ഇതിന്റെ ക്യാമറയും എഡിറ്റിംഗും ചെയ്തിരിക്കുന്നത്. അക്കാപ്പെല്ല ഗാനത്തിന്റെ മിക്സും മാസ്റ്ററിംഗും ചെയ്തിരിക്കുന്നത് ജിൻഡോ ജോൺ തൊടുപുഴയാണ്. സംഗീതോപകരണങ്ങൾ ഇല്ലാതെ രൂപപ്പെടുത്തിയ ഒരു രചന ആണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഗാനവും ഇവർ അക്കാപ്പെല്ല രൂപത്തിൽ ആക്കിയിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു വ്യത്യസ്ത സംഗീത സൃഷ്ടിയെ ഏറ്റെടുത്തത്. നല്ല ഒരു പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സാജോ ജോസഫ് പറഞ്ഞു. വോളിയം 1ഉം 2ഉം പോലെ തന്നെ വോളിയം 3ഉം ഹിറ്റ് ആകുമെന്ന് ഉറപ്പാണ്. CMC സഭയുടെ ഒഫീഷ്യൽ ചാനൽ CMC വിഷനിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് 5 വർഷത്തിനു മുൻപ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടാൻ തീരുമാനം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയാകും സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടുക. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് ആവശ്യപ്പെട്ടവരോട് ഈ മാസം 24-ന് ഹാജരാകാനാണ് സാംസ്കാരിക വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരം തേടിയ വ്യക്തികൾക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ സാംസ്കാരിക വകുപ്പ് പലവട്ടം വിസമ്മതിച്ചിരുന്നു. ഇതോടെ മാധ്യമപ്രവർത്തകർ അപ്പീലുമായി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A ഹക്കീം റിപ്പോർട്ട് തേടി. ഒരുപാട് പേരുടെ വ്യക്തിവിവരങ്ങൾ ഉള്ളതിനാൽ നൽകാനാവില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മറുപടി നൽകി. കമ്മീഷണർ നടത്തിയ തെളിവെടുപ്പിൽ വകുപ്പ് പ്രതിനിധികൾ നിലപാട് ആവർത്തിച്ചു. അത്തരം വിവരം ഒഴികെയുള്ളവ നൽകാനാണ് അപ്പീലെന്ന് കമ്മീഷണർ ഓർമ്മിപ്പിച്ചു. വകുപ്പ് സെക്രട്ടറി ഫയൽ മന്ത്രി ഓഫീസിലേക്ക് അയച്ചതായും അതുകൊണ്ട് വിവരം നൽകിയില്ലെന്നും രണ്ടാമത്തെ തെളിവെടുപ്പിൽ ഉദ്യോഗസ്ഥർ ബോധിപ്പിച്ചു. വിശദീകരണത്തിന്റെ സാധുത കമ്മീഷന് നേരിട്ട് പരിശോധിക്കണമെന്നും മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മൂന്നാമത്തെ തെളിവെടുപ്പിൽ കമ്മീഷണർ നിർദ്ദേശിച്ചു. വിവരം നൽകണോ വേണ്ടയോ എന്നത് നിയമോപദേശം തേടിയാണ് പിന്നീട് സാംസ്കാരിക വകുപ്പ് അറിയിച്ചത്. ഇതോടെയാണ് സിവിൽ ജുഡീഷ്യൽ അധികാരം വിനിയോഗിച്ച് ഇനി വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്നും ഒരാഴ്ചയ്ക്കകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും കമ്മീഷണർ ഫയലിൽ കുറിച്ചത്. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അമീറുൽ ഇസ്ലാം നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനും സഞ്ജയ് കരോൾ, KB വിശ്വനാഥൻ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ചാണ് ഹർജി തീർപ്പാക്കുന്നതുവരെ വധശിക്ഷ സ്റ്റേ ചെയ്തത്. പ്രതിയുടെ മനഃശാസ്ത്ര സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ബോർഡ് രൂപീകരിച്ച് പ്രതിയുടെ മാനസിക പരിശോധന നടത്തി മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അമീറുൽ ഇസ്ലാം തടവിൽ കഴിഞ്ഞെന്ന ജയിലുകളിൽ നിന്നുള്ള റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചു. കേസിൽ അന്തിമ ഉത്തരവ് വരുന്നതുവരെയാകും സ്റ്റേക്ക് പ്രാബല്യമുണ്ടാകുകയെന്ന് കോടതി വ്യക്തമാക്കി. സ്റ്റേ സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ മുഖേന ജയിൽ സൂപ്രണ്ടിന് കൈമാറാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മറുപടിയും കേസുമായി ബന്ധപ്പെട്ട മറ്റു രേഖകളും ലഭിച്ചതിനു ശേഷമായിരിക്കും സുപ്രീം കോടതി തുടർവാദം കേൾക്കുക. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈമാറാൻ ഹൈക്കോടതിയോടും വിചാരണ കോടതിയോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്നും വിലയിരുത്തിയ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്താണ് പ്രതി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയത് അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്ന് അഡ്വക്കേറ്റ് ശ്രീറാം പറക്കാട്ട് വഴി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. അനുമാനങ്ങൾക്ക് നിയമത്തിൽ നിലനിൽപ്പില്ല. പ്രതിയുടെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലമോ
കുറ്റകൃത്യോ ചരിത്രമില്ലാത്തതോ ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും പ്രതിയുടെ ഉദ്ദേശലക്ഷ്യം എന്തായിരുന്നുവെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 2016 ഏപ്രിൽ 28-നാണ് യുവതിയെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ പെരുമ്പാവൂരിലെ വീട്ടിൽ കണ്ടെത്തിയത്. അമീറുൽ ഇസ്ലാം ചെയ്ത കുറ്റകൃത്യം അതിഭീകരവും അത്യപൂർവവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ വാഹനങ്ങളിൽ അനധികൃതമായി സർക്കാർ മുദ്രയുള്ള ബോർഡ് ഉപയോഗിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, ആദായനികുതി ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരം അനധികൃതമായ ബോർഡുകൾ വെച്ചിട്ടും എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നും കോടതി ആരാഞ്ഞു. വാഹനങ്ങൾ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതുൾപ്പെടെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരാമർശനങ്ങൾ. കേസ് വീണ്ടും ഈ മാസം 23-ന് പരിഗണിക്കും. എറണാകുളത്ത് ഇത്തരം സർക്കാർ മുദ്രകൾ അനധികൃതമായി ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലാണെങ്കിലും തിരുവനന്തപുരത്തെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് കോടതി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ പദവി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. നേരത്തെ ചവറ KMML MD-യുടെ വാഹനം ആലുവ മേൽപ്പാലത്തിലൂടെ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് അമിത വേഗത്തിൽ പാഞ്ഞ സംഭവം കോടതി മുൻപാകെ എത്തിയിരുന്നു. ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ പരിശോധനാ റിപ്പോർട്ട് 23-ന് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ആകാശ് തില്ലങ്കേരി യാത്ര ചെയ്ത് വിവാദത്തിലായി രൂപമാറ്റം വരുത്തിയ വാഹനം മജിസ്ട്രേറ്റിനു മുന്നിൽ തുടർ നടപടികൾക്കായി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ജോലികളിലേക്കുള്ള 30% സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന്റെ ഭാഗമായി സമരക്കാരും പോലീസും ഏറ്റുമുട്ടി. കല്ലുകളും കമ്പുകളും കൊണ്ട് പ്രതിഷേധിച്ച ആൾക്കൂട്ടത്തെ കണ്ണീർവാതകവും തോക്കും ഉപയോഗിച്ചാണ് പോലീസ് പ്രതിരോധിച്ചത്. വ്യാഴാഴ്ച തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തിൽ 10 പേർ കൊല്ലപ്പെട്ടതോടെ രാജ്യത്ത് ഒരാഴ്ചയിലാകെ മരണം 16ആയി. സംവരണ വിരുദ്ധ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ബംഗ്ലാദേശ് അധികൃതർ ഇന്റർനെറ്റ് സേവനങ്ങൾ വെട്ടിക്കുറച്ചു. വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ രാജ്യവ്യാപക പ്രക്ഷോഭമാണിത്. 1971-ൽ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം ഏർപ്പെടുത്തിയുള്ള പുതിയ നിയമത്തിനെതിരെയാണ് യുവാക്കളും വിദ്യാർത്ഥികളും സംഘടിച്ചത്. എന്നാൽ പ്രതിഷേധം വളരെ പെട്ടെന്ന് ജനകീയമാവുകയും രാജ്യത്തുടനീളം വ്യാപിക്കുകയുമായിരുന്നു. 170 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ 1/5 പേർക്കും ജോലിയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താൻ സർക്കാർ തയ്യാറാണെന്നും സമരക്കാർ അതിന് വഴങ്ങുന്നില്ലെന്നുമാണ് ബംഗ്ലാദേശ് നിയമമന്ത്രി അനിസുൽ ഹക്ക് പ്രതികരിച്ചത്. എന്നാൽ ചർച്ചകൾക്ക് വേണ്ടി മൃതദേഹങ്ങളെ ചവിട്ടിയരയ്ക്കാൻ ഞങ്ങൾക്കാവില്ലെന്നും ചർച്ച നേരത്തെ ആകാമായിരുന്നുവെന്നും സമര സംഘാടകർ പറഞ്ഞു. ജൂലൈ 2-ന് പടന്നക്കാട് നിന്നും KCBC സംഘടിപ്പിച്ച ജീവസംരക്ഷണ സന്ദേശയാത്ര ജൂലൈ 18-ന് തിരുവനന്തപുരത്ത് സമാപിച്ചു. അബോർഷനിലൂടെ കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, ദയാവധത്തിലൂടെ കൊല ചെയ്യപ്പെടുന്നതും ക്രൂരതയെന്ന് കൊല്ലം രൂപതാ മെത്രാനും KCBC പ്രോലൈഫ് സമിതിയുടെ ചെയർമാനുമായ ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി ജീവസംരക്ഷണ സന്ദേശയാത്ര നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്യുമ്പോൾ അത് ഫിലിം എടുത്തപ്പോഴുണ്ട്. അങ്ങനെ ചെയ്ത വേറൊരു ഫിലിമുണ്ട്, അതിൻ്റെ പേര് സൈലൻസ് സ്ക്രീം എന്നാണ്. എത്രമാത്രം ക്രൂരമാണ്! ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് അകത്ത് കിടക്കുന്ന കാണിക്കുന്ന വെപ്രാളം, കാരണം അത് മനുഷ്യ ജീവനാണ്. അതും വയബിൾ അല്ലാത്ത ഫീറ്റസിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. വയബിൾ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നാൽ ജീവിക്കാൻ പറ്റാത്തത്. അങ്ങനെയുള്ള ഒരു ഭ്രൂണം അന്നേരം ചെയ്യുന്ന പ്രയാസങ്ങളെയൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ 8 മാസമാകുമ്പോൾ അല്ല 9 മാസമാകുമ്പോൾ ഒക്കെ അബോർഷൻ ചെയ്യാനുള്ള അനുവാദം കോടതികൾ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് യുഗത്തിലാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ജീവൻ സംരക്ഷണ സന്ദേശയാത്രയുടെ ലക്ഷ്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഭാരത മെത്രാൻ സംഘത്തിൻ്റെ സമ്മേളനത്തിലാണ് ഭാരതത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനവും പ്രോലൈഫ് സമിതിയുടെയും അധ്യക്ഷനായ കല്ലിസ്റ്റസ് പിതാവ് ഇക്കാര്യം മെത്രാൻ സമിതിയെ അറിയിച്ചത്. മാർച്ച് ഫോർ ലൈഫ്
എന്ന പ്രത്യേകമായ സമ്മേളനം ജീവന് വേണ്ടി നിലകൊള്ളാൻ, കാരണം 1971 ഭാരതത്തിൽ നിയമസാധുത വന്ന് പിന്നീട് വിവിധ തലങ്ങളിലേക്ക് അതുകൂടി 24 ആഴ്ച വരെയുള്ള കുഞ്ഞുങ്ങളെ പിന്നീട് 28 ആഴ്ചയുള്ള കുഞ്ഞുങ്ങളെ ഉദരത്തിലുള്ള കുഞ്ഞിനെ കൊല്ലാമെന്നുള്ള നിയമം ഭേദഗതി ചെയ്ത് ആ ബില്ല് പാസ്സായത് 2021 ആ നിയമം മൂലം ഉണ്ടാകുന്ന കെടുതികളെ ഓർക്കുവാനും 1971 അത് പാസ്സായപ്പോൾ അതൊരു ജൂബിലിയാണ്. ആ ജൂബിലിയിൽ ജീവന് വേണ്ടി മുറവിളി കൂട്ടാൻ ആരെങ്കിലും ഉണ്ടാവണം. ഇന്ന് അബോർഷനിൽ കൊല്ലപ്പെടുന്ന കോടാനുകോടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. കാരണം അവർ നിശബ്ദമായ വിലാപമാണ്. ആ നിശബ്ദമായ വിലാപത്തിന് ദൈവസന്നിധിയിൽ ഉത്തരം കൊടുക്കേണ്ടത് നമ്മളാണ്. രാവിലെ നെയ്യാറ്റിൻകര അമലോത്ഭവ മാതാ കത്തീഡ്രലിൽ എത്തിച്ചേർന്ന സന്ദേശയാത്രയെ നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവേലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സന്ദേശയാത്രയുടെ ഭാഗമായി രാവിലെ 9:30 മുതൽ ദിവ്യകാരുണ്യ ആരാധന നടന്നു. തുടർന്ന് കത്തീഡ്രലിൽ നിന്ന് നെയ്യാറ്റിൻകര പട്ടണത്തിലൂടെ വ്ളാങ്ങാമുറി ലോഗോസ് പാസ്റ്ററൽ സെന്ററിലേക്ക് ജീവസംരക്ഷണ റാലി സംഘടിപ്പിച്ചു. ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം, ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളത്തിലെ 32 രൂപതകളിലും യാത്ര സംഘടിപ്പിച്ചിരുന്നത്. 14 ജില്ലകളിലെ 32 കത്തോലിക്ക രൂപതകളിലൂടെ കടന്നുപോകുന്ന സന്ദേശയാത്രയാണ് നെയ്യാറ്റിൻകരയിലും എത്തിച്ചേർന്നത്. KCBC പ്രോ ലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 2 കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച ജീവസംരക്ഷണ സന്ദേശയാത്ര നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി. നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ അധ്യക്ഷത വഹിച്ചു. ജീവൻ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വലിയ ദിവ്യ ദൗത്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഏറെ പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും വളരെ വളരെ ഗൗരവമേറിയ മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ 1-2 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ അബോർഷൻ നടത്തുവാൻ അനുവദിച്ചിട്ടുള്ളൂ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഇന്നും അത് പറയേണ്ടതാണ്. ഞാൻ പറയുന്നത് 1 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ പോലും, ഒരാഴ്ച പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ പോലും അബോർഷനിലൂടെ കൊല്ലുവാൻ പാടില്ല എന്ന തത്വം നമ്മൾ പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനന നിരക്ക് 5%, മരണനിരക്ക് 30%. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ യഥാർത്ഥ സിറ്റിസൺസ് കുറഞ്ഞു വരുന്നു. അന്യരാജ്യങ്ങളിലെ ആളുകൾ അങ്ങോട്ട് കുടിയേറി പാർക്കുകയാണ്. ജർമ്മനിക്ക് 1,00,000-ഓളം നേഴ്സുമാരെ ആവശ്യമായി വന്നിരിക്കുന്നു, വൃദ്ധരായവരെയും രോഗികളെയും പരിചരിക്കുവാൻ. അവിടുത്തെ പെൺകുട്ടികൾ നേഴ്സിംഗ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നേഴ്സിംഗ് പഠിക്കാനുള്ള പ്രായപരിധിയിലുള്ളവരും തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്രയധികം നേഴ്സുമാരെ അവർക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. ഈ നേഴ്സുമാർ ജീവൻ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ജീവൻ്റെ സംരക്ഷകർ ആകേണ്ടതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന, നമ്മോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ സന്ദേശം അവർക്ക് നൽകണം. നെയ്യാറ്റിൻകര രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ്, ജെയിംസ് ആഴ്ചങ്ങാടൻ, ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, ജോൺസൺ ചൂരേപ്പറമ്പിൽ, ഫാദർ ജോസഫ് രാജേഷ്, സാബു ജോസ്, ജോർജ് എഫ് സേവ്യർ, ആന്റണി പത്രോസ്, പോൾ പി ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു.
ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന് പിന്നാലെ കൊൽക്കത്ത ഭാഗത്ത് മറ്റൊരു ന്യൂനമർദ്ദ സൂചന കൂടിയുള്ളതിനാൽ ശക്തമായ മഴ ഈ മാസം മുഴുവനും തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വടക്കുഭാഗത്തെ ന്യൂനമർദ്ദം ഒഡീഷ തീരമേഖലയിൽ എത്താനാണ് സാധ്യത. അറബിക്കടലിന് സമീപം ചക്രവാത ചുഴിയുള്ളതിനാൽ കാലവർഷക്കാറ്റിന്റെ ശക്തി വർദ്ധിക്കും. പലയിടത്തും തീവ്രമഴ പ്രതീക്ഷിക്കുന്നതിനാൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ തെക്കുഭാഗത്ത് പൊതുവെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. IMDയുടെ പ്രവചനമനുസരിച്ച് ഓഗസ്റ്റ് 3 വരെ ഈ കാലയളവിൽ സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചേക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചത്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴക്കെടുതി തുടരുന്നു. വയനാട് പൊൻകുഴി ഭാഗത്ത് ദേശീയപാത 766 വെള്ളക്കെട്ട് കാരണം മുത്തങ്ങ വനമേഖലയിൽ കുടുങ്ങിക്കിടന്നിരുന്ന എല്ലാവരെയും പുറത്തെത്തിച്ചു. വനമേഖലയിൽ കുടുങ്ങിയ 500ഓളം പേരെയാണ് രക്ഷപ്പെടുത്തിയത്. കനത്ത മഴയ്ക്കിടെയായിരുന്നു പോലീസിന്റെ ഫയർഫോഴ്സിന്റെയും രക്ഷാദൌത്യം. KSRTC ബസ്സുകൾ, ലോറികൾ, കാറുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളിലായി 500ഓളം പേരാണ് വനമേഖലയിൽ ഉണ്ടായിരുന്നത്. വയനാട് രാത്രി മഴയുണ്ടായിരുന്നെങ്കിലും രാവിലെ ശമനമുണ്ട്. വയനാട്ടിൽ 682 കുടുംബങ്ങളിൽ നിന്നായി 2281 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിലും മഴക്കെടുതികൾ തുടരുന്നു. കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അധിക ജലം തുറന്നുവിടാൻ സാധ്യതയുണ്ട്. കുറ്റ്യാടി പുഴയിലെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. ചാലിയാറിലും ഇരവഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും പൂനൂർ പുഴയിലും ജലനിരപ്പ് ഉയരുന്നു. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. ഇന്നലെ ഉണ്ടായ മഴയിൽ വെള്ളം കയറിയും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും മറ്റുമായി 21 വീടുകൾ ഭാഗികമായി തകർന്നു. പല സ്ഥലത്തും തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇരുവഞ്ഞിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വെള്ളം കയറിയ മാവൂർ കുളിമാട് ചേന്ദമംഗലൂർ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല. ഇതുവഴിയുള്ള ഗതാഗതം നാട്ടുകാർ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ചാലിയാറിലും ജലനിരപ്പ് ഉയരുന്നു. മാവൂരിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്തിന്റെ സമീപത്ത് കൂടിയിട്ടുള്ള ന്യൂനമർദ്ദം അത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതോടൊപ്പം വടക്കൻ കേരളം മുതൽ ഗുജറാത്ത്, തെക്കൻ ഗുജറാത്തിന്റെ തീരം വരെ രൂപപ്പെട്ട ന്യൂനമർദ്ദം പാത്തുകൂടിയാകുമ്പോൾ നല്ല ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടുള്ള മുന്നറിയിപ്പ്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.